നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും വളരെയധികം നിരാശയിൽ, കുറ്റബോധത്തിലൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. എന്തോ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ, വിഷമങ്ങൾ, ഇവയൊക്കെ നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള സന്തോഷവും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നെഗറ്റീവ് ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണ് നിങ്ങളിൽ പലരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പല വിധത്തിലുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിലെ നിലവിലെ നെഗറ്റീവ് ചിന്തകൾ മൂലം അത്തരം അവസരങ്ങളെയൊക്കെ നിങ്ങൾ തള്ളിക്കളയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് തന്നെയുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങണം എന്നുള്ളതാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അത്തരം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം. അതിനാൽ തന്നെ നിങ്ങളുടെ നിലവിലെ ആ ഒരു സാഹചര്യത്തിൽ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും മടി മൂലം പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ താല്പര്യമില്ലാതെ ചെയ്യുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ അത്തരം മാനസികാവസ്ഥയിലേക്ക് മാറ്റങ്ങൾ വന്ന് ചേരുന്നുണ്ട്. വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെയും ഊർജ്ജസ്വലമായിട്ട് സമീപിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കൂടാതെ കുടുംബജീവിതത്തിലായാലും സൗഹൃദങ്ങളിലായാലും മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ തന്നെ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന അവസരങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. കൂടാതെ പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങളുടെ നിലവിലെ ആ ഒരു സാഹചര്യത്തിൽ കണ്ണുകൾ മൂടിക്കെട്ടി കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ പലർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. സ്വാതന്ത്ര്യമില്ലാതെ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കാം പലർക്കും ഉള്ളത്. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുറത്ത് കടക്കാനായിട്ട് സാധിക്കും എന്ന്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തെ മറികടക്കാനായിട്ട് മറ്റു മാർഗങ്ങളൊന്നും ഇനി നിങ്ങൾക്ക് മുന്നിൽ ഇല്ല എന്നുള്ള ഒരു വിശ്വാസമായിരിക്കാം പലർക്കും ഉള്ളത്. എന്നാൽ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ അത്തരം ചിന്തകളും വിശ്വാസങ്ങളുമൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളെ മാറ്റി അവിടെ പോസിറ്റീവ് ചിന്തകൾ നിറച്ചാൽ നിങ്ങളുടെ അത്തരം സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് പല കാര്യങ്ങളിലും അറിവ് പകർന്ന് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആ ഒരു കഴിവ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ആ ഒരു പ്രണയ ജീവിതത്തിൽ പുതിയൊരു ഘട്ടം ആരംഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യവും സുരക്ഷിതത്വവുമൊക്കെ നൽകുന്നതാണ്. പരസ്പര പിന്തുണ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം കുറച്ചുകൂടി ദൃഢമാവാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളെക്കുറിച്ച് കാണുന്നത് വളരെയധികം ബുദ്ധിയുള്ള, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ധൈര്യമൊക്കെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളിൽ സ്വയം വിശ്വസിക്കുകയും നിങ്ങളിലെ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമൊക്കെ താല്പര്യം കാണിക്കുന്നവരാണ്. ഏതൊരു സാഹചര്യത്തെയും സത്യസന്ധമായിട്ട് വിലയിരുത്താനും അവിടെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുമൊക്കെ നിങ്ങൾ ശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും സ്വയം ചിന്തിക്കാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. പലരും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാവരുമായിട്ടും സഹകരിച്ച് അടുത്ത് ഇടപഴകി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്നാൽ ഇവിടെ നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളുടെ ആ ഒരു സമ്മർദ്ദം മൂലം മറ്റുള്ളവരുമായി
ഇടപഴകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എല്ലാത്തിൽ നിന്നും അകലം പാലിക്കാനും തനിച്ചിരിക്കാനും ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ്. കൂടാതെ നിങ്ങളിൽ പല ആളുകളും വളരെയധികം ശക്തരായിട്ടുള്ള ദൃഢനിശ്ചയമുള്ള ആളുകളാണെന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു ശക്തിയെ വില കുറച്ച് കാണുന്നുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് സ്വയം ഒരു ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ വളരെ ശക്തരാണെന്ന്, ഏതൊരു സാഹചര്യത്തെയും ഏതൊരു വെല്ലുവിളിയെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വിശ്വാസം ഏതൊരു ഭയത്തെയും വെല്ലുവിളിയെയും ഏതൊരു മോശം സാഹചര്യത്തെയും മറികടക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങളിൽ പല ആളുകളും വളരെയധികം ഭാരമേറിയ ഒരു കാര്യം അല്ലെങ്കിൽ വളരെ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ഒന്നായിരിക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, ഇപ്പോഴുള്ള നിങ്ങളുടെ കഷ്ടപ്പാട് വരാനിരിക്കുന്ന നേട്ടത്തിൻ്റെ മുന്നോടിയായിട്ടുള്ളതാണ്. ഇവിടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പരിശ്രമത്തിന് ഫലം കാണുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കുമിടയിൽ ഏതെങ്കിലും രീതിയിലുള്ള തർക്കങ്ങൾ, വിയോജിപ്പുകൾ, അടിച്ചമർത്തൽ എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തണമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളിൽ പലരും ഇപ്പോൾ എന്തോ ഒരു കാര്യത്തിന് വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന, നിങ്ങളുടെ സമയം മുഴുവനും അതിനുവേണ്ടി ചിലവഴിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. അപ്പോൾ ആ ഒരു കഴിവിനെ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കാം നിങ്ങളുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പരിശ്രമം കൊണ്ട് ആ ഒരു കഴിവിനെ നിങ്ങൾക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകളിൽ മാത്രമല്ല, എന്ത് കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചാലും അവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.